everyone. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11th എക്കണോമിക്സ് ക്രാഷ് കോഴ്സിലെ ചാപ്റ്റർ 6 ആണ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഏതൊക്കെ തരത്തിലാണ് ഈ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഓർഗാനിക് ഫാമിംഗ്, അതേപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്? റൂറൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ടേം. ഒരു കോംപ്രഹെൻസീവ് ടേം ആണ് അല്ലേ. എന്താണ് കോംപ്രഹെൻസീവ് ടേം എന്ന് പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മീനിങ് ആണ് ഈ കോംപ്രഹെൻസീവ് ടേമിനുള്ളത്. It is essentially focused on the action for the development of areas that are lagging behind in the overall development of the village economy. Village economy-യിൽ ഏരിയാസ് ലാഗിങ് ബിഹൈൻഡ്, അതായത് ഒരു വില്ലേജ് എക്കണോമീസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്കലി, സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി അതിനെ ലാഗ് ചെയ്യുന്നത്, അത്തരം ഏരിയാസിനെ കണ്ടെത്തി അവരുടെ ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടേം ആണ് ഇത് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ഏരിയാസ് ദാറ്റ് ആർ ലാഗിങ് ബിഹൈൻഡ് ഇൻ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വില്ലേജ് എക്കണോമി. വില്ലേജ് എക്കണോമിയിൽ ലാഗ് ചെയ്യുന്ന ഏരിയാസിനെ അതിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവരുന്നതാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിന് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക? എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലെ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇസ് ഫസ്റ്റ് വൺ ഈസ് ലിറ്ററസി അല്ലേ. ലിറ്ററസിൻ്റെ എന്താണ് ലിറ്ററസി? സാക്ഷരത അല്ലേ. സാക്ഷരത വേണം. മോർ സ്പെസിഫിക്കലി ഫീമെയിൽ ലിറ്ററസി, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ? ഫസ്റ്റ് വൺ ഈസ് ലിറ്ററസി. ലിറ്ററസി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ലിറ്ററസി അല്ലെ, സ്ത്രീകളുടെ സാക്ഷരത. ദ നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരു റൂറൽ എക്കണോമിയിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ അവിടെ എന്ത് ഉണ്ടാവും? അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഇൻ കേസ് ഓഫ് ലിറ്ററസി. അതെ, സാക്ഷരതയിൽ ആ റൂറൽ എക്കണോമി എന്താണെന്ന് പറയാം? ഡെവലപ്ഡ് ആയി എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ ഈസ് ഹെൽത്ത് അല്ലേ. എന്താണ് ഹെൽത്ത്? It's more concentration on public health. പബ്ലിക് ഹെൽത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ് മോറാണ്. എന്ത്? സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് അല്ലേ. സാനിറ്റേഷനും അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്തിനെയും ഡെവലപ്പ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസ് വൺ ഓഫ് ദ ഫാക്ട് ഓഫ് ഏത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ രണ്ടാമത്തെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇത് ഈ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ലാൻഡ് റിഫോം. ലാൻഡ് റിഫോം എന്താണ് ലാൻഡ് റിഫോം അല്ലേ? ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഒരുപാട് രീതിയിൽ ലാൻഡ് റിഫോംസ് ഉണ്ട്. ഇപ്പോഴും ലാൻഡ് റിഫോംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഒരു റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ എന്താണ്? ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലേ. റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇത് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഓഫ് ഈച്ച് ലൊക്കാലിറ്റി. എല്ലാ ലൊക്കാലിറ്റീസിലെ പ്രൊഡക്റ്റീവ് റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നതും എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ഫാക്ടറാണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്? ഒരു റൂറൽ ഡെവലപ്മെൻറ്റിന് ഏതൊക്കെ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്? ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി വേണം. ഒരു ഏരിയാസ്, ഒരു വില്ലേജ് എക്കണോമിയിൽ എന്ത് വേണം? ഒരു ഇലക്ട്രിസിറ്റി വേണം. ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം. കാരണം അത് റൂറൽ ഏരിയാസ് പലപ്പോഴും എന്തായിരിക്കും? അഗ്രികൾച്ചർ എക്കണോമി ആയിരിക്കും അല്ലേ. അഗ്രികൾച്ചറിൻ്റെ മോർ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റ് വേണം അല്ലേ. മൈക്രോ ക്രെഡിറ്റ് കാര്യങ്ങൾ വേണം അല്ലേ. ലോൺ കാര്യങ്ങൾ വേണം അല്ലേ. അധികം എന്താണ് എക്കണോമിക്കലി ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കില്ല ഈ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് വേണം. മാർക്കറ്റിംഗ് വേണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വിൽക്കാനുള്ള എന്ത് വേണം? മാർക്കറ്റ് വേണം. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വേണം. ഒരുവിധപ്പെട്ട എല്ലാ റൂറൽ ഏരിയാസും എന്തായിരിക്കും? അധികം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ദെൻ ഇൻക്ലൂഡിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് റോഡ് ആൻഡ് ഫീഡർ റോഡ്സ്. അപ്പം എന്ത് വേണം? വില്ലേജ് റോഡ്സ് വേണം. ഒട്ടുമിക്ക കാര്യങ്ങളും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കി ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി എന്ത് വേണം? റോഡ്സ് വേണം. അവിടുത്തെ ആൾക്കാർക്ക്
നിരന്തരം യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, പബ്ലിക് റോഡ്സ് വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലെ പാർട്ടാണ്. ദെൻ ഹൈവേസ് വേണം, ദ ഫെസിലിറ്റീസ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ അല്ലേ, വെറും ഒരു അഗ്രികൾച്ചർ ലാൻഡായിട്ട് ഒതുങ്ങാതെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക അല്ലേ. ഈ അഗ്രികൾച്ചറിൽ ഇനി കൂടുതൽ എന്ത് വേണം, എങ്ങനെയൊക്കെ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള റിസർച്ച് കാര്യങ്ങൾ വേണം. ദെൻ ഇൻഫർമേഷൻ ഡിസമിനേഷൻ, ഇത്രയും ഇൻഫർമേഷൻ ഫെസിലിറ്റീസും വേണം. അപ്പം ഇതൊക്കെയാണ് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വേണ്ടത്. അപ്പം എന്താണ് ഈ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ് എക്കണോമിയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഉൾപ്പെടുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലിറ്ററസി വേണം. ദെൻ സെക്കൻഡ് വൺ ഈസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ വേണം. ദെൻ തേർഡ് വൺ ഈസ് ലാൻഡ് റിഫോം വേണം. ദ ഫോർത്ത് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വേണം. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇത്രയും ഡെവലപ്മെൻറ്റ് ഒരു റൂറൽ എക്കണോമിയിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് എക്കണോമി അല്ലെങ്കിൽ ദാറ്റ് റൂറൽ ഏരിയാസ് ഈസ് ഗോയിങ് ടു ബി ഡെവലപ്ഡ് വൺ. ഓക്കെ, then next the special measures for the alleviation of poverty and the bringing about a significant improvement in living condition of the weaker section of the population embracing access to productive employment properties opportunities. So എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസിങ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് റൂറൽ പീപ്പിൾ അല്ലേ, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് റൂറൽ പീപ്പിൾസ് ഒരിക്കലും എന്താവുന്നില്ല, അർബൻ ജനതയെ പോലെ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലിവിങ് കണ്ടീഷൻ ഓഫ് വീക്കർ സെക്ഷൻ, വീക്കറായിട്ടുള്ള സെക്ഷൻസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ, എന്തിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡിനെ ഇംപ്രൂവ് ചെയ്യുക എന്നത് പറയുന്നതും ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ദെൻ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് റൂറൽ. എന്താണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറയുന്നത് a major change occurred after 1969 when India adopted social banking and multi-agency approach to adequately meet the needs of rural credit. അപ്പം റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, റൂറൽ ഏരിയാസിൽ ആൾക്കാർക്ക് അഗ്രികൾച്ചർ ലോൺസ് അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതിയിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് എന്താണ് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായുള്ള ചെറിയ രീതിയിലുള്ള മണി കൊടുത്തുകൊണ്ട് ഒരു സഹായം ചെയ്യുക എന്നതാണ് എന്ത് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് എന്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ വില്ലേജസിൽ എന്തുണ്ടാവുക, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ ഇതിലൊരു മെയിൻ ബാങ്ക് അല്ലെങ്കിൽ അത് നെബാർഡ് എന്ന് പറയുന്നതാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നെബാർഡ് എന്ന് പറയുന്നതാണ് അഗ്രികൾച്ചർ ഏരിയാസിൽ വില്ലേജ് എക്കണോമിക്ക് വേണ്ടിയിട്ട് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ഇൻ എ റൂറൽ ഫിനാൻസിങ് സിസ്റ്റം. റൂറൽ ഫിനാൻസിങ് സിസ്റ്റത്തിൻ്റെ റെഗുലേഷൻ എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത ഒരു അതോറിറ്റി അപ്പെക്സ് ബോഡിയാണ് ഏത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നെബാർഡ് എന്ന് പറയുന്നത്. ഇപ്പം റൂറൽ ഫിനാൻസിങ്ങിൻ്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നതാണ് ഇത് നെബാർഡ്. ഓക്കെ, സോ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് റൂറൽ ബാങ്കിങ് ടുഡേ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് മൾട്ടി ഏജൻസി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഒരു ഏജൻസി മാത്രമല്ല ഇത് റൂറൽ ബാങ്കിങ്ങിൽ വരുന്നത് അല്ലേ. ഏതൊക്കെയാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ RRB ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ആൻഡ് ദ കോപ്പറേറ്റീവ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പം നമ്മൾ കാണും വില്ലേജ് എക്കണോമിയിൽ അല്ലെങ്കിൽ വില്ലേജസിലൊക്കെ നമ്മൾ എന്ത് കാണും, കോപ്പറേറ്റീവ് ബാങ്ക്സ് കാണാറില്ലേ. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും അവിടെ അതോറിറ്റി ചെയ്യുന്നത്. അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. അതേപോലെ റീജിയണൽ റൂറൽ ബാങ്ക് എന്താണ്, അങ്ങനത്തെ ഒരു ബാങ്കാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടാവും ഒരുവിധപ്പെട്ട എല്ലാ റൂറൽ ഏരിയാസിലും. സോ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇത്തരത്തിലുള്ള ഒരുപാട് ബാങ്ക്സ് അല്ലേ. അപ്പം ഇതൊക്കെ ഈ റൂറൽ ഫിനാൻസിങ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, ഈ റൂറൽ ഫിനാൻസിങ് ഒക്കെ എന്തിൻ്റെ പാർട്ടാണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് റൂറൽ പീപ്പിൾ.
റൂറൽ പീപ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള റൂറൽ ഫിനാൻസിങ് സിസ്റ്റം എന്താവുന്നത്, ഡെവലപ്പ് ആവുന്നത്. അതിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്, നബാർഡാണ്. ഓക്കെ, വാട്ട് ഈസ് മൈക്രോ ക്രെഡിറ്റ്? എന്താണ് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കോമൺ ഫോം ഓഫ് മൈക്രോ ഫിനാൻസ് that involves an extremely small loan given to an individual to help them become self-employed or grow small business. അപ്പം എക്സ്ട്രീംലി സ്മോൾ എമൗണ്ട് ഓഫ് ലോൺ അല്ലേ, ചെറിയ രീതിയിലുള്ള ഒരു തുക ആർക്ക് കൊടുക്കുന്നു, ഒരു ഇൻഡിവിജ്വലിന്, ഒരു പേഴ്സണിന് കൊടുക്കുന്നു. എന്തിന്? ടു ബിക്കം സെൽഫ് എംപ്ലോയ്ഡ്, ഒന്നെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആവുക, അല്ലെങ്കിൽ ടു ഗ്രോ എ സ്മോൾ ബിസിനസ്, ചെറിയ രീതിയിലുള്ള ചെറുകിട വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംലി സ്മോൾ ലോൺ ആർക്ക് കൊടുക്കുന്നു, ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത്, ആ രീതിയിലുള്ള മൈക്രോ ഫിനാൻസിനാണ് എന്ത് പറയുന്നത്, ഇറ്റ്സ് കോൾഡ് മൈക്രോ ക്രെഡിറ്റ്. ഓക്കെ, ദെൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHGs എന്ന് പറയുന്നത് ഈസ് emerged to fill the gap in the formal credit system. അപ്പോൾ ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി എമേർജ് ചെയ്ത ഒരിതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ് എന്താന്ന് പറഞ്ഞാൽ, എന്താ മൈക്രോ ഫിനാൻസ്? എക്സ്ട്രീംലി സ്മോൾ ലോൺ ഗിവൻ ടു ആൻ ഇൻഡിവിജ്വൽ ടു ഹെൽപ്പ് ദം ബിക്കം സെൽഫ് എംപ്ലോയ്ഡ് ഓർ ടു ഗ്രോ എ സ്മോൾ ബിസിനസ്. ഓക്കെ, ചെറിയ രീതിയിലൊരു ചെറുകിട വ്യവസായം തുടങ്ങാനോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിനോ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള തുക ആർക്ക് കൊടുക്കുന്നു, ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുകയാണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു മൈക്രോ ഫിനാൻസ് സിസ്റ്റമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് കോൾഡ് മൈക്രോ ക്രെഡിറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ എന്താണ് മൈക്രോ ക്രെഡിറ്റ് എന്നുള്ളത്? ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.